പിന്നെ അതിന്റെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡ്രോയിങ് അതൊക്കെ എങ്ങനെ ചെയ്യാം. പിന്നെ ഈ ചുമരാകുമ്പോൾ നമുക്ക് വെട്ടിപ്പൊളിച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഈ പില്ലർ വരുമ്പോൾ കോൺക്രീറ്റ് വരുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ അത് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരുപാട് പ്ലാനിങ് അഡീഷണൽ ആയിട്ട് വേണ്ടി വന്നു. അപ്പൊ നല്ലൊരു കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പോൾ ഞങ്ങളിങ്ങനെ പലരുമായിട്ടും ഡിസ്കസ് ചെയ്തതായതല്ലേ. പിന്നെ അപ്പോൾ പുള്ളി കുറെ ഇൻപുട്ട് ഇട്ടു. അപ്പൊ നമ്മള് അവരോടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അവർക്ക് ഓക്കെ ആയിരുന്നു. അവരെന്തായാലും ഞങ്ങള് ഓക്കെ ഒപ്പം ഉണ്ടെങ്കിൽ അവരൊരു കൈ നോക്കാന്നുള്ള ഒരു നിലപാടിലായിരുന്നു. കാരണം അവരും ഗ്യാരണ്ടി ഒന്നും തന്നില്ല. കാരണം ആദ്യമായിട്ട് ചെയ്യാണ്, ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, കോപ്പി അടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നോക്കി ചെയ്യാൻ പറ്റില്ല, എല്ലാം നമ്മൾ തന്നെ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ക്ലയന്റും ബിൽഡറും തമ്മിലൊരു നല്ലൊരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പൊ അവരും അതാണ് പറഞ്ഞത്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങളൊപ്പം നിൽക്കുവാണെങ്കിൽ നമുക്ക് നോക്കാന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ അവർക്ക് കൈ കൊടുത്തു. അതാണ് ഉണ്ടായത്. അതായത് നമ്മളെ പോളിസി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൊടുക്കരുതെന്നായിരുന്നു. അവസാനം നമുക്ക് ആകെ കിട്ടിയൊരു കോൺഫിഡൻസ്, നമുക്ക് കോൺഫിഡൻസ്, ഞങ്ങൾക്ക് കോൺഫിഡൻസ് അവർ തന്നു എന്നുള്ളതാണ്. പിന്നെ അതേപോലെ അവര് നമ്മളെ ആൾട്ടർ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. അവര് പകരം പുതിയ പുതിയ ഐഡിയാസ് തരികയാണ് ചെയ്തത്. അതേപോലെ പ്രശ്നങ്ങൾ പോയിന്റ് ചെയ്യുക, അങ്ങനെ. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ കൂടുതലും ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം അതിലുള്ള 2-3 ഫേംസിൽ കുറെ ആൾക്കാർ അത്യാവശ്യം നല്ല സീനിയേഴ്സ് ആണ്, കുറെ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പൊ അവര് അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ നമുക്കും കുറച്ച് കോൺഫിഡൻസ് ആയി. ഓക്കെ, ചെയ്യാൻ ആളുണ്ട്, പിന്നെ നമ്മളും ഒരു കൈ നോക്കാന്നുള്ള രീതിയിൽ. അതായത് ഇപ്പൊ ഫുള്ള് അവരെ കഷ്ടപ്പെടുന്നതല്ല, നമുക്ക് പരമാവധി സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളിൽ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ നിന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവരുമായിട്ടൊരു ഡീലിലെത്തി. എന്തായാലും തുടങ്ങാൻ തീരുമാനിച്ചു.